ഈ കല്യാണം ഞങ്ങൾക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ആക്കി കൊടുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞങ്ങളത് മധുരം വെപ്പിന്റെ ടൈമിലാണെങ്കിലും നമ്മൾ അതിനു മുമ്പ് ബ്രൈഡ് ടു ബി നടത്തിയപ്പോഴാണെങ്കിലും ഞങ്ങൾ കുടുംബത്തിൽ ആദ്യമായിട്ട് ബ്രൈഡ് ടു ബി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവളുടെ കല്യാണം ഇത്ര ഗ്രാൻഡ് ആയിട്ട് നടന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ദൂരെയാണ് അവള്, അതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷേങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ അതേ സമയത്ത് തന്നെ. അതെ, അമ്മൂന്റെ കല്യാണം. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. PG കഴിഞ്ഞ് കൊറോണയൊക്കെ ആയപ്പോഴാണ് ഞങ്ങള് PG കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞത് ലോക്ക്ഡൌൺ ആയി. ആ സമയത്താണ് നമ്മൾ റിലേഷനിലേക്ക് പോയത്. എന്നാലും നമ്മൾ ഏറ്റവും നല്ല ഫ്രണ്ട്സാണ്. വീട്ടിലാദ്യം നിബിയാണ് ഞാൻ പറഞ്ഞേ. അല്ല, ഞാൻ ആരോടും അങ്ങനെ ഒന്നും പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ റിലേഷനിലായ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവള് ചേച്ചിനോട് പറഞ്ഞു. ഞാൻ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് ആ കല്യാണം. ഇല്ല, ഞാൻ പറഞ്ഞിട്ടാണ്. അതെ, ഏറ്റവും അവസാനം ഞാനാ പറയുന്നത്. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. നീ എന്താ പറയണ്ടേ? ആകെ ഒരു അനിയത്തിയേ ഉള്ളൂ, വേറെ സിബ്ലിങ്സ് ഒന്നുമില്ല. ആ ഒന്ന് തന്നെ ഭയങ്കര ധാരാളമാണ്. അതൊന്നും മതി. എന്താ പറയാ, വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. ആദ്യം ചേട്ടത്തിയോടാണ് ഇതെല്ലാം പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചത്. ചേട്ടത്തി സമയമായപ്പോഴത്തേക്കും നമ്മളോട് പറഞ്ഞു. ആദ്യം തമാശയായിട്ട് ഈ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇത്രയും ദൂരം. പിന്നെ ചേട്ടത്തിയും കൂടെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ സമ്മതിപ്പിച്ചു. ശരിയാണ് മെയിൻ ഹൈലൈറ്റ്. എവിടെ പോയാലും ചിരിച്ചോണ്ട് നിൽക്കും. പക്ഷെ അത് വരണമെങ്കിൽ റീസൺ വേണം. റീസൺ ഉണ്ടാക്കി കൊടുക്ക്. എനിക്ക് കല്യാണമൊക്കെ ആലോചിക്കണം, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അന്നേരം ഞാൻ പറഞ്ഞു, മോനെ നീ തന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും പറഞ്ഞു ആരുവാണെങ്കിലും അമ്മ അച്ഛനും കൂടെ നടത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ്, അമ്മ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. റിലേഷൻഷിപ്പിനെക്കാട്ടി കൂടുതൽ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും മെയിൻ സാധനം എന്ന് പറയുന്നത്. ചേച്ചിയെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരുപാട് സർപ്രൈസ്ഡ് ആയി. കാരണം എനിക്കൊരു സ്വന്തമായിട്ടൊരു ചേച്ചി ഇല്ലാത്തതിന് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി എനിക്കുണ്ടായിരുന്നു. ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഇപ്പം ഏട്ടൻ പറഞ്ഞപ്പോൾ പുതിയതായിട്ടൊരു ചേച്ചി എനിക്ക് വരികയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും ഞങ്ങൾക്ക് അപ്പാപ്പു ആണെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അപ്പാപ്പൂനൊരു യോ കൊടുക്കുക.
गल सुन जाने मेरी गल मानना गल सुन जाने मेरी गल मानना मेरी गल मानना गल सुन जाने